നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രുതി ആകപ്പാടെ വല്ലാത്ത ടെൻഷനില്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. മലേഷ്യക്ക് സച്ചിൻ രേവതിയും പോകുക. ആ കൂടെ ആന്റിയെ അങ്കിളിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പണി പാളും. തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളി. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. ശ്രുതി മാക്സിമം പയറ്റ് നോക്കി അവരെ പറഞ്ഞ് വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചന്ദ്രമതി മലേഷ്യ എന്ന് കേട്ടിഞ്ഞപ്പോ കിടന്ന് തുള്ളിച്ചാടുവാണ്. എങ്ങനെയെങ്കിലും പോണല്ലോ. ഒടുവില് സുധിയെ പിരികേറ്റു വിട്ടു. സുധി നീ എങ്ങനെയെങ്കിലും ട്രിപ്പ് ഒന്നും മുടക്കാൻ പറഞ്ഞിട്ട് സുധി വന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു, അമ്മേ ഈ സമയത്ത് പോകുന്നത് ശരിയാണോ? ഒന്നുമല്ലേലും ശ്രുതിയുടെ അച്ഛന് ജയിലിൽ കിടക്കുമല്ലേ, അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. എടാ അതിന് ഞങ്ങൾ പോയാൽ എന്താ പ്രശ്നം? സച്ചി പറഞ്ഞു, പോയില്ലെങ്കിലാ കുഴപ്പം. ചെന്ന് അന്വേഷിച്ചില്ലെങ്കില് ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ പൗഡർ ഏട്ടത്തിയുടെ അച്ഛൻ പുറത്തു വരില്ലേ. അപ്പൊ പുറത്തിറങ്ങി കഴിയുമ്പോ പറയില്ലേ, ഇത്രയായിട്ട് എന്നെ ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന്. ചന്ദ്രമതി പറഞ്ഞു, ആ അത് ശരിയാ, സച്ചി പറഞ്ഞാ ശരിയെന്ന് പറഞ്ഞു. സുധി പറഞ്ഞു, അമ്മേ ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. എടാ ഇവൻ ചില സമയത്ത് പൊട്ടത്തരമൊക്കെ പറയും, പക്ഷെ ഇപ്പൊ പറഞ്ഞ കാര്യം 100% സത്യമാടാ. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് എന്താണെങ്കിലും ഞാനും പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. എടാ നിങ്ങളും കൂടെ വാടാ, നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ചു പോകാന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അയ്യേ ഇല്ലമ്മേ, ശ്രുതിക്ക് പോകാൻ 100 താല്പര്യമാ. പക്ഷെ ശ്രുതി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നേ. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, രവിയേട്ട എന്ത് രസമായിരിക്കില്ലേ, മലേഷ്യന്ന് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഓ അവിടെ പോയി കുറച്ച് ദിവസം അവിടെ തങ്ങണം. ഓ എന്തൊരു രസമായിരിക്കും. അതൊക്കെ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പം ശ്രുതിക്ക് സമനില തെറ്റുന്ന പോലെ തോന്നി. ശ്രുതിയെ ഒന്ന് പറഞ്ഞു വിട്ട് നോക്കിയതാ എങ്ങനെയെങ്കിലും തിരിപ്പിക്കാനായിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ തന്റെ കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജീവൻ എടുക്കും തന്റെ അമ്മായിമ്മ. അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് ചെറിയൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞപ്പോ തന്നെ അടിച്ചിറക്കാൻ നോക്കിയതാ. ഇതും കൂടി അറിഞ്ഞാൽ തീർന്നു. പിന്നീട് രേവതി അടുക്കളയിലേക്ക് വരുമ്പോ സച്ചിയും കൂടെ പിന്നാലെ വരുവാണ്. രേവതി പറഞ്ഞു, സച്ചേട്ടാ നമ്മുടെ പ്ലാൻ വർക്ക് ആവുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ കണ്ടില്ലേ, ശ്രുതി പോയി സുധീനെ ഓരോന്നൊക്കെ പറഞ്ഞ് പിരികേറ്റി പറഞ്ഞു വിട്ടത് ഈ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. രേവതി ചോദിച്ചു, അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലേ? അത് 100% ശരിയല്ലേ രേവതി? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ പാർലാട്ടത്തിന്റെ മനസ്സിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. മലേഷ്യക്ക് നമ്മൾ പോകാൻ പറഞ്ഞപ്പോ തൊട്ട് ആളാകെപ്പാടെ സമനില തെറ്റിയ പോലെയാ. ഇനിയിപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ട്രിപ്പും കൂടെ മുടക്കാൻ ശ്രമിക്കും, നമുക്കത് നോക്കാന്ന് പറഞ്ഞു. ഉറപ്പാണല്ലേ? പിന്നല്ലാതെ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. സച്ചിക്ക് ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആ അച്ഛന്റെ അമ്മയുടെ ട്രിപ്പ് മുടക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ തങ്ങളുടെ ട്രിപ്പ് മുടക്കുന്ന ആ കാര്യം സച്ചിക്ക് അറിയായിരുന്നു. അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സച്ചിൻ രേവതി ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വർഷ മുറിയിലേക്ക് വരുവാണ്. വർഷമുറിയിലേക്ക് ഒന്ന് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് ചോദിച്ചു, നീ കഴിച്ചോന്ന് ചോദിച്ചു. ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അല്ല നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിച്ചു. അതെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു പറഞ്ഞു. എന്ത് കാര്യങ്ങള്? ഇന്ന് തന്നെ ഞാൻ ഡബ് ചെയ്തതേ ഒരു കോർട്ട് രംഗമായിരുന്നു പറഞ്ഞു. കോർട്ട് രംഗമാ? അതെ, കോർട്ടിലൊരു ഡിവോഴ്സ് കേസ് ആയിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രീകാന്ത് പറഞ്ഞു, അതിനിപ്പോ എന്താ, അതിനകത്ത് ഹീറോയിനോട് ഹീറോ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഡിവോഴ്സോ? അതെ, നായകൻ തമ്മിലുള്ള ഡിവോഴ്സ് കേസായിരുന്നു കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അതിന്റെ കാരണമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അതെന്താ? അത് പിന്നെ നായകൻ തമ്മിൽ അധിക സമയം ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നില്ലെന്ന്. നായകനോട് സംസാരിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സമയം തികയുന്നില്ല. അവർ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചോദിച്ചു, അതിനിപ്പം ഡിവോഴ്സ് വേണോന്ന് ചോദിച്ചു. അതാ ഞാനും ആലോചിക്കണേ. അപ്പത്തോട് ഞാനും ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതാന്ന് പറഞ്ഞു. എന്ത്? നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ദിവസം എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് ഒന്ന് ഞെട്ടി. അതെന്താ പക്ഷെ നീ അങ്ങനെ ചോദിച്ചേ? ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാലോന്ന് ചോദിച്ചു നമുക്ക്. കാരണം അവരുടെ ആ കേസിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോ മുതൽ എനിക്കും മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ തമ്മിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കാന്ന്. പിന്നീട് വർഷം ഇങ്ങനെ ആലോചിച്ചു. രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം നീ കടന്ന് ഉറക്കമായിരിക്കും. നീ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഞാൻ പോകാൻ റെഡിയാവും. ഒരു അരമണിക്കൂർ നമ്മൾ തമ്മിൽ സംസാരിക്കും. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമായിരിക്കും. വൈകുന്നേരമൊക്കെ വന്നാലും അധിക സമയമൊന്നും കാണത്തില്ല. മൊത്തത്തിൽ കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ ഒരു ദിവസം നമ്മൾ തമ്മിൽ ഒരുമിച്ച് ചെലവഴിക്കുന്നേ. അത് കേട്ടുകഴിഞ്ഞപ്പം
ശ്രീകാന്ത് ചോദിച്ചു, അത്ര സമയമുള്ളൂ എന്ന് ചോദിച്ചു. പിന്നെ ഇടയ്ക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുന്നു. ഓ, അത് കൂടിപ്പോയിട്ട് ഒരു 30 മിനിറ്റ്, എല്ലാം കൂടി ഒരു 30 മിനിറ്റ് സമയം, രാവിലെയും വൈകുന്നേരം എല്ലാം കൂടെ കൂടിയിട്ട്. കാരണം ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോൾ കഴിക്കാൻ വന്നാലും ആ സമയത്ത് ഒരു 1/2 മണിക്കൂർ സമയം ഇവിടെ കാണത്തുള്ളൂ. പിന്നെ വൈകുന്നേരം ആണെങ്കിലും എല്ലാം കൂടെ ചേർന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞൊരു 1 മണിക്കൂർ, 11 മണിയാകുമ്പോൾ വന്നാൽ 12 മണിയാകുമ്പോഴത്തേനും നമ്മൾ കിടക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ? 10 മണിയാകുമ്പോൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ 11 മണിയാകുമ്പോൾ കിടക്കും. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ശരിയാ. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം വെറും 2.5 മണിക്കൂറാണ് ഒരു ദിവസം. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, നമ്മുടെ ജോലി അങ്ങനെയല്ലേ? ഓഹോ, അങ്ങനെയാണോ? നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഇത്ര സമയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിവോഴ്സിന് പോകേണ്ട സമയം പണ്ടേ കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, നിനക്ക് എന്താ വർഷയെന്ന് ചോദിച്ചു. നീ എഴുന്നേറ്റ് വന്നേന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ശ്രീകാന്തിന്റെ കയ്യിലേക്ക് പിടിച്ചു. എന്താ, നീ ഇങ്ങോട്ട് വാ, ബാക്കിയുള്ളവരോടും ചോദിക്കാം നമുക്ക്, അവരെത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്താണോ? ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞ് കയ്യെ പിടിച്ചു വലിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ശ്രുതിയെ സച്ചയും രേവതിയും ഒക്കെ പോയി വിളിച്ചിട്ട് ഹാളിലേക്ക് വരുവാണ്. ഹാള് വന്നു കഴിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു, എന്താ വർഷേ, നിനക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളെന്ന് പറഞ്ഞേ. അത് പിന്നെ രേവതി ചേച്ചിയോട് മാത്രമല്ല, എല്ലാവരുടെയും കൂടി കുറച്ച് കണക്കുകളും കാര്യങ്ങളും ചോദിക്കാനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചു ചോദിച്ചു, ഇപ്പൊ ഡബിങ് നിർത്തിയിട്ട് കണക്കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം വർഷം പറഞ്ഞു, കണക്കിന്റെ കാര്യമൊന്നും അങ്ങനെയല്ല സച്ചേട്ടാ, ഇത് വേറൊരു കാര്യമെന്ന് പറഞ്ഞു. വേറൊരു കാര്യം? അതെ. പിന്നീട് ആദ്യം സുധിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരു ദിവസം എത്ര സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, മനുഷ്യ ആകെപ്പാട് ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. 30 ലക്ഷം പോയല്ലോ എന്നോർത്തിട്ട് ഇനി ആ പൈസ എങ്ങനെ കണ്ടെടുക്കുമെന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണോ വർഷേ നിന്റെ ഇതുപോലത്തെ ഒരു സില്ലി ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്? വേറെ പണിയൊന്നും നിനക്കില്ലേന്ന് ചോദിച്ചു. വർഷ പറഞ്ഞു, ഇത് സില്ലി ചോദ്യമൊന്നും അല്ല, സീരിയസ് ആയിട്ടുള്ള ചോദ്യമാന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ടോ? അതെ, ഇതിന് ഉത്തരം പറ. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഇതിനൊക്കെ എന്തിനാ ഞങ്ങൾ ഉത്തരം പറയണമെന്ന് ചോദിച്ചു. ഉത്തരം പറഞ്ഞില്ലെങ്കിലേ നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് മിക്കവാറും നടക്കുമെന്ന് പറഞ്ഞു. ഡിവോഴ്സോ? അത് കേട്ടപ്പം ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി. ശ്രുതി വെച്ചു, ഡിവോഴ്സ് നടക്കാൻ പാകത്തിനായിരുന്നു, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല, പക്ഷെ ഭാവിയിൽ ഉണ്ടാവാൻ വഴിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേന്ന് പറഞ്ഞു. ഒടുവിൽ ശ്രുതി പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് സമയം ചെലവഴിക്കും, പിന്നെ കടയിൽ ഒരു 3-4 മണിക്കൂർ, പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്നാലും എല്ലാം കൂടെ ഒരു 8-9 മണിക്കൂർ രണ്ടുപേരും ഒരുമിച്ച് കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വർഷിച്ച് 9 മണിക്കൂറോ? അതെ, 9 മണിക്കൂർ. ശ്രീകാന്തിനോട് കേട്ടോടാ, 9 മണിക്കൂർ അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന്. ആ സമയത്ത് സച്ചി പറഞ്ഞു, കടയിലേക്ക് പിന്നെ ശ്രുതി വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് ചെലവഴിക്കാനായിട്ട് ആയിരിക്കില്ല, കടയിലെ തിരക്ക് വന്നു കഴിയുമ്പോഴത്തേനും ജോലി ചെയ്യാൻ ആളില്ലല്ലോ, അതുകൊണ്ടാണ് പാർലയിടത്തിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, നീ ഒന്നും മിണ്ടായിടാ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ എന്റെ ഭാര്യയല്ലേ വിളിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. പിന്നീട് വർഷ രേവതിയോട് സച്ചിയോടും ചോദിക്കണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഞാൻ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേക്കും, പിന്നെ സച്ചിയേടൻ പോകുന്ന സമയം വരെ ഒരു 3-4 മണിക്കൂർ കൂടെ കാണും, പിന്നെ ഉച്ചയ്ക്ക് വന്ന് ചോറൊക്കെ ഉണ്ട് കുറെ സമയം ഞാനും സച്ചേട്ടനും കൂടെ വർത്താനം പറയും, പിന്നെ വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും സച്ചേട്ടൻ വരും. വൈകുന്നേരം 7 മണിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി കിടക്കുന്നതോടെ വരെ ഒരു 11-11:30 വരെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും, എല്ലാം കൂടെ ഒരു 10 മണിക്കൂർ 10-10.5 മണിക്കൂർ മിച്ചം, വൈകുന്നേരം സച്ചേട്ടൻ ഓട്ടമില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. 10 മണിക്കൂർ? അപ്പം നിങ്ങൾ ഒരു ദിവസത്തിന്റെ ഒരു പകുതിയോളം നിങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്നുണ്ടല്ലേ, കൊള്ളാം, ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു, എന്താ വർഷം, നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? അതോ, ഒന്നും പറയാതിരിക്കുന്ന ഭേദം. എന്താ, ഞാനും ശ്രീകാന്ത് തമ്മിൽ ചെലവഴിക്കുന്ന സമയം എത്രയെന്ന്? വെറും 2.5 മണിക്കൂർ. 2.5 മണിക്കൂറോ? അതേന്നേ. രേവതി പറഞ്ഞു, അത് നിങ്ങളുടെ ജോലി തിരക്ക് കാരണമല്ലേ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജോലി അതുപോലത്തെ അല്ലേന്ന് ചോദിച്ചു. എന്നാലും എൻ്റെ ചേച്ചി, എത്ര ജോലി തിരക്കാന്ന് പറഞ്ഞാലും ഇങ്ങനെ പോയിട്ടുണ്ടെ ശരിയാകത്തില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തിരി സമയമെങ്കിലും ചെലവഴിക്കണ്ടേ? ഇപ്പൊ കണ്ടില്ലേ, ഒരാൾക്ക് സമയം വെക്കുമ്പോൾ ഒരാൾക്ക് സമയം വെക്കില്ല, ഇതാണ് പല കുടുംബത്തിലെയും പ്രശ്നത്തിന് കാരണം. രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഇതിപ്പോ 2:30 എന്നുള്ള പിന്നെ 2 ആവും, 1:30 ആവും, 1 ആകും, അവസാനം സംസാരിക്കാൻ പോലും സമയമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നമ്മള് സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, നിന്ന ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾ മലേഷ്യക്ക് പോലെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും ഒരു ടൂറൊക്കെ പോകും, അപ്പൊ നിങ്ങൾക്ക് കുറെ സമയം ചെലവഴിക്കാൻ പറ്റുമല്ലോ, ഈ തിരക്കുകളിൽ നിന്ന് മാറുന്ന നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ഭയങ്കര സന്തോഷം. അത് കൊള്ളാം, രേവതി ചേച്ചി പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ആ രീതിക്കൊന്ന് പോവാല്ലേ ശ്രീകാന്ത്, നമുക്കും ടൂർ പോയാലോ? അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിച്ചു പൊളിച്ച് പോയിട്ട് വരാൻ പറഞ്ഞു. വർഷ പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ കൂടെ മലേഷ്യക്ക് പോവാം.
ഇത്ര സമയം വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നിൽക്കുമായിരുന്നു ശ്രുതി. പക്ഷേ എങ്കിൽ മലേഷ്യന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ ഫീസ് പോയി. മലേഷ്യന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും സച്ചി രേവതി ഒന്ന് നോക്കുന്നുണ്ട്. ആ നോട്ടത്തിനർത്ഥം രേവതിക്ക് മനസ്സിലായി. കാരണം ശ്രുതിക്ക് ടെൻഷനായിട്ടുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയും ചെയ്തു. ശ്രുതി വല്ലാത്തൊരു ബുദ്ധിമുട്ടോടുകൂടി നിൽക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, മലേഷ്യക്ക് പോനാ. അതെ, നീ ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ചത്തേക്ക് ലീവ് പറ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒരാഴ്ച ഞാൻ സ്റ്റുഡിയോയിൽ ലീവ് പറയാം. നമ്മൾ രണ്ടുപേരും ഇവരോടൊപ്പം പോന്നു, അടിച്ചു പൊളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സന്തോഷിക്കുകയാണ്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം ഇവിടുന്ന് ടിക്കറ്റ് പോരെ. അവിടെ ചെല്ലുമ്പോൾ ശ്രുതി അടുത്തൊരു വീട്ടുകാരുണ്ടല്ലോ, അവര് നമ്മളെ വേണ്ട പോലെ കെയർ ചെയ്യുമല്ലോ എന്നൊക്കെയായിരുന്നു വർഷ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? വല്ലാത്തൊരവസ്ഥയില് വറച്ചട്ടിയിൽ എരുതിയിലേക്ക് വീണൊരു അവസ്ഥയില് ശ്രുതി കാല് വെന്തിട്ട് നേരെ മുറിയിലേക്ക് ഓടുവാണ്. ശ്രുതിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പോലും തോന്നിയില്ല. നിന്നിട്ടുണ്ട് പണി പാളൂന്നുള്ള കാര്യം ഉറപ്പായി. പിന്നീട് രേവതി മുറിയിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞിട്ട് സച്ചിയോട് ചോദിച്ചു, സച്ചേട്ടാ അതെ അവരും മലേഷ്യക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ചതിയല്ലേ അവരോട് ചെയ്യുന്നേ? അവര് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തില്ലേ? ലീവും പറയും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കും. അതാണ് ആ കാര്യം. അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? അതിനു മുമ്പ് പാർലടത്ത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന് പറഞ്ഞു. എന്ത്? നമ്മുടെ ട്രിപ്പ് മുടക്കാനുള്ള അത് ഉറപ്പല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഇനിയിപ്പൊ അങ്ങനെ നടന്നില്ലെങ്കിലോ? എങ്ങനെ നടന്നില്ലെങ്കിലെന്ന്? അല്ല, ഇനിയിപ്പൊ ശ്രുതി പറയാ നമ്മൾ പോയിട്ട് വരാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ നമുക്ക് മലേഷ്യക്ക് പോകാൻ പറ്റുമോ? നമ്മള് പക്ഷേ ശ്രീകാന്തിന് ചതിച്ച പോലെ ആവില്ലേന്ന് ചോദിച്ചു. അതപ്പം നമുക്ക് നോക്കാം. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ സംഭവിച്ചാൽ അവർ രണ്ടുപേരും മലേഷ്യക്ക് പോയിട്ട് വരട്ടെ, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട് വരട്ടെ. ഒരാഴ്ച ലീവ് എടുത്ത് അവർ രണ്ടുപേരും അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും പോവാരെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു, നിനക്ക് എവിടെയെങ്കിലും പോണോ? പോണം. എങ്കിൽ എവിടെ പോണെന്ന് പറ. അതെ, അമേരിക്ക ലണ്ടനും അതൊന്നും പറയരുത് കേട്ടോ. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എവിടെയെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നീ സച്ചേട്ടനോടൊപ്പം ഇവിടെ അടുത്ത് എവിടെ പോയാലും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ ടി വിക്കകത്തൊക്കെ ഊട്ടി കണ്ടിട്ടുണ്ട്. പക്ഷേ ഊട്ടി ഇതിലായിട്ടും പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളേക്ക് ഊട്ടിക്ക് ട്രിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാത്രം എൻ്റെ ക്ലാസ്സിൽ നിന്ന് പോയില്ല. അതിനുള്ള പൈസയും കാര്യങ്ങളും എൻ്റെ വീട്ടിലില്ലായിരുന്നു. അന്ന് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഊട്ടിക്ക് പോകണമെന്ന്. ആണോ? അതാണ് ആ കാര്യം. അങ്ങനെയാണ് നമ്മൾ ഊട്ടിക്ക് നേരെ വിടുന്നു. രാവിലെ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് നിർത്തുന്ന ഊട്ടി ചെന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞു. രേവതി ചോദിച്ചു, സത്യമാണോന്ന് ചോദിച്ചു. അതേന്നേ, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊന്നൊക്കെ മാറട്ടെ, അതിനുശേഷം നമുക്ക് ഊട്ടിക്ക് പോയേക്കാന്ന് പറഞ്ഞു. നമുക്ക് അടിച്ചു പൊളിച്ചു പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അത് കേട്ടതും രേവതിക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ശ്രുതിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. ശ്രുതി വെറുതെ ഇരിക്കില്ല എന്നറിയാം. ഈ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ തന്നെ അറിയാം ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ എത്രമാത്രം വലുതാന്നുള്ള കാര്യം. ആ ഒരു കാര്യത്തിൽ രേവതിക്ക് സച്ചിക്കും ഒട്ടും സംശയമില്ലായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോ ശ്രുതി നേരെ മീരയെ കാണാനായിട്ട് വന്നു. മീരയോട് ഒന്ന് കാര്യങ്ങളൊക്കെ പറയണ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മീര പറഞ്ഞു, ഒരു കാര്യം ചെയ്യാ, എല്ലാരെയും മലേഷ്യക്ക് പറഞ്ഞുവിട്. അവിടെ നിന്റെ ഇളയച്ചനുണ്ടല്ലോ, പിന്നെ 10-12 കാറുണ്ടെന്നല്ല പറഞ്ഞേ, അതിലേതെങ്കിലും ഒരു കാറ് അവർക്ക് വേണ്ടിയിട്ട് പറ. അവരാ കാറിൽ അവിടെയൊക്കെ മലേഷ്യയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി ചോദിച്ചു, രാവിലെ കളിയാക്കുവാണോ നീന്ന് ചോദിച്ചു. പിന്നല്ലാതെ എടി, നീയല്ലേ ഇതിനെല്ലാം തിരി കൊളുത്തു വിട്ടെ, ഇനിയിപ്പൊ നീ തന്നെ അനുഭവിക്കാൻ പറഞ്ഞു. നിനക്കിതൊക്കെ പറയാ, എന്റെ അവസ്ഥ എനിക്കും അറിയുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? എനിക്കറിയില്ല. ആ സച്ചിന്റെ അവധിയും പോന്നു കൂടാതെ ഇപ്പം ദേ വർഷ ശ്രീകാന്തും കൂടെ പോകുക. എനിക്ക് അത് ഓർക്കുമ്പോഴാ ടെൻഷന്. എന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയൂലോ എന്ന് ഓർത്തിട്ട്. ഇത് കേട്ടപ്പം മീര പറഞ്ഞു, നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിവെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ? ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അവരുടെ കാല് വീഴുവല്ലേ ചെയ്യുന്നേ. അങ്ങനെ നീ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. ദേ ഒരെണ്ണം കിട്ടു തന്നാ ഉണ്ടല്ലോ. അപ്പോഴേക്കും മീര പറഞ്ഞു, എടി നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാലം നീ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറ്റിച്ചില്ലേ? ഇനിയിപ്പം പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി നിന്റേത്. അതുകൊണ്ട് സത്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന ബുദ്ധി, അല്ലെങ്കിൽ ഉണ്ടല്ലോ പണി പാളിപ്പോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അങ്ങനെ ഞാനും കൂടെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? അത് പിന്നെ ഒരു കാര്യം ചെയ്യാ, നീ ഇളയച്ചനായിട്ട് അഭിനയിച്ച ഇക്കായുണ്ടല്ലോ, അയാളെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ടോ? വിളിക്കുന്നില്ല, ബാക്കി കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് മീര അയാളെ വിളിക്കുകയാണ്. അയാൾ വന്നു കഴിഞ്ഞിട്ട് അയാൾ ചോദിച്ചു, എന്താ എന്താ എന്നെ വിളിപ്പിച്ച എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി ഭയങ്കര പാവത്തം നടിച്ചിട്ട് പറഞ്ഞു, അതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹെൽപ്പ് ചെയ്യാനോ? ദൈവത്തെ ഓർത്ത് എന്റെ കൊച്ചെ, എന്നെ വെറുതെ വിട്ടേക്ക്, നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്.
സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ മീര പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം കൂടി ഓരോ കള്ളത്തരങ്ങൾ കാണിച്ചേ, ഇനി എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ ചതിക്കൊക്കെ കൂട്ടു നിൽക്കാനായിട്ട് പെൺകുട്ടികൾക്ക് ചേർന്ന പണിയൊന്നും അല്ലിത്. അതെ സാറേ, എൻ്റെ അബദ്ധം കൊണ്ടല്ലേ എനിക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. സാറോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ഇടയ്ക്ക് വിളിച്ചേ. അല്ല അത് പിന്നെ ചേട്ടാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഈ ഒരു തവണത്തേക്കെങ്കിലും. മീര പറഞ്ഞു, ഇവൾക്ക് വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഇവള് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാ ഇവളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ആ കാര്യം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞു. അയാൾക്കൊരു അലിവ് തോന്നി. ഒടുവിൽ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു, അല്ല ഇനി ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അതോ അതെന്താന്ന് വെച്ചാൽ ഇവള് പറഞ്ഞുതരും, അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ചേട്ടൻ. തൽക്കാലത്തേക്ക് ഇവളുടെ കള്ളത്തരങ്ങളൊന്നും പുറത്തു വരില്ല, അത്രയെങ്കിലും ഉപകാരം ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ അയാൾ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്, അല്ലാതെ ഞാൻ ഉറപ്പൊന്നും പറയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോന്നേ മീരയ്ക്ക്. മീര അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഒന്ന് നോക്കി. ശ്രുതി കരയുന്ന മട്ടി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഇയാളും കൂടെ സഹായിച്ചില്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം ഉറപ്പായി. ഒടുവിൽ മീര പറഞ്ഞു, സഹായിക്കും എന്ന് പറഞ്ഞാൽ സഹായിച്ചിരിക്കും, അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.